അരനൂറ്റാണ്ടുകാലം മുമ്പ് വരെ ഈ കാണുന്ന ശാസ്താംപാറ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിജനവും വിസ്തൃതവുമായ കാനന പ്രദേശമായിരുന്നു. അനാദികാലം മുതൽ തന്നെ ഈ പ്രദേശം ശാസ്താംപാറ എന്ന് തന്നെ അറിയപ്പെട്ടു. കൊടുംവനത്തിനുള്ളിൽ സ്വയംഭൂവായ ഒരു ശാസ്താ ചൈതന്യം അന്നുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു, ആരാധിച്ചിരുന്നു. ക്ഷേത്രത്തിലെ നാലമ്പലത്തിന് പുറത്തായി നാഗചൈതന്യവും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. വർഷത്തിൽ തുലാമാസം ആയില്യം നാളിൽ നടത്തുന്ന ആയില്യം പൂജയാണ് നാഗത്തിനുള്ള പ്രധാന വഴിപാട്. സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന കൊടും കാട്, അതിനുള്ളിൽ ചുറ്റും കാട്ടുകല്ലുകൾ കൊണ്ട് സംരക്ഷിതമായ ഒരു കൃഷ്ണശില, ഇതായിരുന്നു ആദ്യകാല സ്വയംഭൂ ചൈതന്യം. ചുറ്റും ഓടിലും മണ്ണിലും തീർത്ത ധാരാളം നായ്ക്കളുടെ വിഗ്രഹങ്ങൾ, പലതും ഉടഞ്ഞു തീർന്നവ. പുല്ലും വെള്ളവും ആവോളം ഭക്ഷിച്ച് വിശ്രമിക്കാനെത്തുന്ന കന്നുകാലികളുടെയും കാലിച്ചെറുക്കന്മാരുടെയും താവളം കൂടിയായിരുന്നു ഈ പ്രദേശം. പശുക്കൾ ചവിട്ടിപ്പൊളിച്ചവയോ കാലപ്പഴക്കത്താൽ തകർന്നു പോയവയോ ആകാം ആ പ്രതിമകൾ. നവീകരണത്തിൻ്റെ ഭാഗമായി ബ്രേക്കർ ഉപയോഗിച്ച് 3 അടി പാറ മാറ്റിയപ്പോൾ അതിനടിയിലും ലോകവിഗ്രഹങ്ങൾ കണ്ടെത്തിയത് നമുക്കേവർക്കും അനുഭവമുള്ളതാണല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈശ്വര ചൈതന്യം കൊണ്ട് പവിത്രമായി മാറിയ ഭൂപ്രദേശമാണ് ശാസ്താംപാറ. തപസ്സുകളായ ഋഷീശ്വരന്മാരുടെ തപോഭൂമിയിൽ കാലാന്തരത്തിൽ ഉയർന്നു വന്ന ഇത്തരം സ്വയംഭൂ ചൈതന്യമുള്ള ക്ഷേത്രമാണ് ശാസ്താംപാറ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. സ്വയംഭൂവായ ശനീശ്വരമൂർത്തി ഭാര്യയായ പ്രഭാവതിയോടും സ്വാപ്തികനായ മകനോടും കൂടി സകുടുംബം സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് വിരാജിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശാസ്താംപാറ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. രോഗങ്ങളും ദുരിതങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കലികാലത്തിൽ ഇവയുടെ നിവാരണത്തിന് കലിയുഗവരതനായ ശനീശ്വരൻ്റെ സേവ മാത്രമാണ് ആശ്വാസദായകം. മഹാഗണപതിയും ദുർഗാ ഭഗവതിയും ഉപദേവതകളായി ഇവിടെ അനുഗ്രഹം ചൊരിയുന്നു.